ഈ ഡീനിനെ ഉൾപ്പെടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ചാർജ് ചെയ്ത് അകത്താക്കണം. അബറ്റ്മെന്റ് 306 ചാർജ് ചെയ്യണം. 10 വർഷം ജയിലിൽ കിടക്കും. ഇവിടെ ഒരു നിയമമുണ്ടല്ലോ, ആന്റി റാഗിംഗ് ആക്ട് ഉണ്ട്. 1998 നയനാർ മന്ത്രിസഭയുടെ കാലത്ത് കൊണ്ടുവന്ന നിയമമുണ്ട്. ആ നിയമത്തിന് അന്നൊരു എക്സെപ്ഷൻ അങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നല്ലോ. ഈ വിദ്യാർത്ഥി സംഘടനയിലെ പ്രവർത്തകരെ എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെയൊന്നും നിയമത്തിലില്ല. ആ നിയമം ഇൻവോക്ക് ചെയ്ത് ഇതിനകം തന്നെ ഈ കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരെ, കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാരെ തട്ടി അകത്തിടേണ്ടുന്നതിന് പകരം ഡീംഡ് അബറ്റ്മെന്റ് ആണ്. ഈ ഡീനും ഇപ്പോൾ ഹോസ്റ്റലിനൊരു വാർഡൻ ഉണ്ടെങ്കിൽ മറ്റുള്ള അധ്യാപകരും അവർ കാണിച്ചിരിക്കുന്നത് ഡീംഡ് അബറ്റ്മെന്റ് ആണ്. 2 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒഫൻസാണ്. റാഗിങ്ങിനെ അബറ്റ് ചെയ്യുകയായിരുന്നു അവർ ചെയ്തത്. ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് കണ്ടില്ലെന്ന് നടിക്കുകയും ഇത്തരത്തിൽ ഇൻഫർമേഷൻ മറച്ചു വെക്കുകയും ചെയ്തത് ഈ ജനതയോട് തന്നെയുള്ള ഒരു ക്രൈമാണ്. ഒരു ചെറുപ്പക്കാരനോട് മാത്രമല്ല. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 201 വകുപ്പ് അനുസരിച്ച് തെളിവ് നശിപ്പിക്കുന്നതിനും തെളിവുകൾ പുറത്തു വരുന്നതിൽ നിന്നും തടയുന്നതിനും ഒഫൻഡറെ സ്ക്രീൻ ചെയ്യുന്നതിനും ശ്രമിക്കുന്നതിന് അതൊരു പണിഷബിൾ ഒഫൻസാണ്. 201 ചാർജ് ചെയ്യണം. ആന്റി റാഗിംഗ് ആക്ട് പ്രകാരം ഒരു നിമിഷം പോലും ജോലിയിലിരിക്കുവാൻ ഇവർ യോഗ്യരല്ല. അവരെ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തണം. നാഴികയ്ക്ക് 40 വട്ടം സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, ആ മൂല്യങ്ങളോടുള്ള ബഹുമാനം എല്ലാം പുലർത്തിക്കൊണ്ട് തന്നെ ഒരു ഗവർണർ അങ്ങനെ നാട് നീളെ എവിടെ പോയാലും പുറകെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയി പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ അവർക്ക് ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചോ അവകാശങ്ങളെക്കുറിച്ചോ അവരുടേതായിട്ടുള്ള രീതിയിൽ അറിവുണ്ട്. ഇത് സാധാരണ ജനങ്ങളല്ല, പൊളിറ്റിക്കലി വലിയ കോൺഷ്യസ് എന്ന് സ്വയം നടിക്കുന്ന വലിയ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾക്കൂട്ടമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരമുള്ള ആൾക്കൂട്ടം അവർക്കിങ്ങനെ പ്രജനനം സംഭവിക്കുന്നത് കൊണ്ടാണ് വ്യാപകമായിട്ട് അക്രമവും അരാജകത്വവും ഇങ്ങനെ ക്യാമ്പസുകളിൽ വിടരുന്നത്. അവർക്ക് പേടിയുണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഇത്രയധികം പ്രാബല്യത്തിൽ വന്ന ഒരു നാട്ടിൽ നമുക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ഉൾപ്പെടെ ഇമെയിൽ അയക്കാവുന്ന സാഹചര്യങ്ങൾ, അനോണിമിറ്റി വരെയും പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടുകൊണ്ടുണ്ട് എന്ന് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നാം അവരുടെ ഹെൽപ്ലെസ്നെസ് വിശകലനം ചെയ്യുന്നല്ലോ. മക്കൾക്ക്, രാഷ്ട്രീയക്കാരുടെ മക്കൾക്കൊന്നും ഈ അവസ്ഥ വരില്ലെന്ന്. അത് വരില്ല സാർ. കാരണം സ്വാശ്രയ കോളേജുകൾക്കെതിരെ കേരളം മുഴുവൻ സമരം നടത്തുമ്പോഴും ഇങ്ങനെയുള്ള രാജകുമാരന്മാരും സൂര്യകുമാരിമാരും ഒക്കെ പുറത്ത് നല്ല സ്ഥാപനങ്ങളിൽ പഠിച്ച് അവരെ നന്നായിട്ട് പ്ലേസ് ചെയ്ത് അവർക്കെതിരെ ഒരു വാക്കുപോലും ആരെങ്കിലും ഉരിയാടിയാൽ വലിയ രാഷ്ട്രീയ പ്രതിഷേധം വന്ന് അത്തരത്തിൽ സംരക്ഷണയിൽ സ്വന്തം മക്കളെ വളർത്തുകയും വലിയ നാട്ടുപ്രമാണിമാരുടെ കമ്പനികളിൽ വൈസ് പ്രസിഡന്റുമാരായിട്ടൊക്കെ അവരെ അവരോധിക്കുവാനും അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുവാനും ഒരു നേതൃത്വമുള്ള നാട്ടിൽ സ്വന്തം മക്കൾ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാൻ്റെ മക്കൾ കുരുതി കെട്ടിട്ട് കൊടുക്കപ്പെട്ടു പോയാൽ ഇവർക്കൊന്നും ഒരു വിഷമം ഉണ്ടാവില്ല സാർ. കേരളത്തിൽ നിന്നും മറിച്ചൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനും വയ്യ. ഇത് കേരളമല്ല, കേരളം മരിച്ചുപോയി. കാരണം കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിൽ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ, ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ്സ്റ്ററിനെ, അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി. രാഷ്ട്രീയക്കാർക്ക് ഗോവിന്ദ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിടല ചിരിയോടുകൂടി അവർക്കിതിൻ്റെ മറുപടി അവിടെ നിർത്താം. ഒരു ചെറുപ്പക്കാരനെ 130ഓളം ആൾക്കാരുടെ മുൻപിൽ വെച്ച് ഒരു കലാലയത്തിൽ വെച്ച് വിവസ്ത്രനായി മർദ്ദിച്ച് ആഹാരം നിഷേധിച്ച് തടവറയിലാക്കി മരണത്തിലേക്ക് തള്ളിവിട്ടതിന് ശേഷം കേരളമെന്ന് ഉണ്ടോ, ഇത് കേരളമല്ലേ എന്ന് ചോദിക്കുന്നതിനകത്ത് എന്ത് മീനിങ് ആണുള്ളത്? ഇത്രയധികം ചെറുപ്പക്കാരിത് കണ്ടു നിന്നവർ ഈ ക്രൈം മൂടി വെക്കാൻ മലയാളികളായിട്ടുള്ള ഒരു കൂട്ടുനിന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ കേരളത്തിൻ്റെ ആത്മാവ് മരണപ്പെട്ട് കഴിഞ്ഞു എന്ന്. കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ അക്രമവാസനയുള്ളവരെ വളമിട്ട് വളർത്തി തണൽ മരങ്ങളായി നിന്നുകൊടുക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇവിടെ നിയമമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗർഭാഗ്യം. ഈ അക്രമവാസനയുള്ള ആൾക്കാരെ, ഈ ചെറുപ്പക്കാരെ, കലാലയത്തിലൊക്കെ, ഏത് കലാലയത്തിലും ചില മൗലികമായിട്ടുള്ള നോംസ് ഉണ്ട്. വിദ്യാഭ്യാസത്തിനെ കാലാകാലങ്ങളായിട്ട് നിലനിർത്തിയിരിക്കുന്ന, അതിനെ മഹനീയമാക്കി നിർത്തുന്ന ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. നിയമത്തിനോട് പ്രതിബദ്ധത കാണിക്കുക, പൗരബോധം, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഭരണഘടന നാഴികയ്ക്ക് 40 വട്ടവും തലയിലേന്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇറങ്ങുന്നവരാണ് ഇങ്ങനെയുള്ള മൂല്യങ്ങൾ തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വൈമുഖ്യം കാണിക്കുന്നത്. ഒരിക്കൽ ശ്രീ MP രാജേഷ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, അധ്യാപകരെ വിദ്യാർത്ഥികൾ അധികം ബഹുമാനിക്കേണ്ട കാര്യമില്ല, കാരണം ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗത്തിലാണ് അവർ ഉള്ളത് എന്ന്. അത് ശരിയാണ്, ശമ്പളമുണ്ട്. പക്ഷേ
അധ്യാപകരെ വിദ്യാർത്ഥികൾ മാനിക്കുന്നത് അതൊരു വ്യവസ്ഥയാണ്, ഒരു വലിയൊരു ഒരു മൂല്യമാണ്. ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു എല്ലാ നാഗരികതകളിലും നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ ഇങ്ങനെ ക്യാമ്പസുകളിൽ മയക്കുമരുന്ന്, വ്യാപകമായ മയക്കുമരുന്ന്, ഇത്രയധികം ലോലെസ്നെസ്, അരാജകത്വത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ട് നേതാക്കന്മാർ തന്നെ ദിശ കാട്ടുന്ന ഈ നാട്ടിൽ ക്യാമ്പസുകളിൽ ഇത് സംഭവിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.